എൻ്റെ പേര് ആൻവേരാനൊക്കെ. ഞാൻ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർസ് ചർച്ച് കരാഞ്ചിറയിൽ 3ാം ക്ലാസ് കരിസം വിദ്യാർത്ഥിനിയാണ്. കോവിഡ് ഭീതിയിൽ ലോകം മുഴുവൻ വിറങ്ങച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്കെന്നും തുണയെ പരിസ്ഥിതിയെക്കുറിച്ച് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത മനസ്സിൻ്റെ വികാരമാണ് അമ്മ. അമ്മ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാം വലിയ സന്തോഷമാണ്. എന്തെന്നാൽ അമ്മയുടെ ഉദരത്തിലല്ലേ നാം പിറന്നത്. ഭൗതിക ജീവിതത്തിൽ നമുക്ക് അമ്മ എത്രമാത്രം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് അമ്മ എത്രമാത്രം ആവശ്യമുണ്ടാകും. അതുകൊണ്ടാണ് കുരിശിൻ ചുവട്ടിൽ പരിശുദ്ധമ്മയെ യേശു നമുക്കെല്ലാം സമ്മാനമായി നൽകിയത്. ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഉന്നതിയിലെത്തിയവരെല്ലാം വലിയ മരിയ ഭക്തരായിരുന്നു. അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ അൽഫോൻസമ്മ, ശാസ്ത്രജ്ഞനായിരുന്ന ലൂയി പാസ്റ്റർ എന്നിവരെല്ലാം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിൽ അവസാനം വരെയുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന ജപമാലയായിരുന്നുവെന്ന് മാർപ്പാപ്പ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിനും കരം പിടിച്ച് യേശുവിലേക്കുള്ള യാത്രയാണ്. ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ മനസ്സ് നിറവേറ്റിയ വ്യക്തിത്വമായിരുന്നു പരിശുദ്ധ അമ്മയുടേത്. ഈ അമ്മയിൽ വിളങ്ങിയിരുന്ന എളിമ, വിശുദ്ധി, ക്ഷമ, കാരുണ്യം എന്നീ ഗുണങ്ങൾ നമുക്കും സ്വായത്തമാക്കാം. ഈ അമ്മയുടെ മാതൃക വെച്ചെന്ന് നമുക്കും വിശുദ്ധരായി തീരാം. താങ്ക് യു.